നവീൻ ബാബുവിന്റെ കുടുംബം നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ദിവ്യ. അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ്? ഉദ്യമത്തിന് ആശംസകളെന്നും പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, രണ്ട് കക്ഷികളെയും എതിർകക്ഷികൾ, ഒന്ന് പ്രശാന്തനും ഒന്ന് പി ദിവ്യയുമാണ്. 65 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കുടുംബം ആവശ്യപ്പെടുന്നത്. അതിന് പിന്നാലെയാണ് ഈ പോസ്റ്റ്. എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ആര്യ, ഇങ്ങനെയൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പി ദിവ്യ ഫേസ്ബുക്കിൽ ഇത്തരമൊരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജിലൻസ് ഒക്ടോബർ 27, അതായത് നാളെ മുതൽ നവംബർ 2 വരെ വിജിലൻസ് അഴിമതിക്കെതിരെ വിജിലൻസ് ബോധവൽക്കരണ വാരം സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് നടി മഞ്ജു വാര്യർ ആശംസ നേർന്നുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാണ് ഈ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും ഒപ്പം തന്നെ അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാൻ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് പി ദിവ്യ വീണ്ടും ആവർത്തിക്കുന്നത് നവീൻ ബാബു അഴിമതിക്കാരൻ ആണ് എന്നതാണ്. ആ വിവാദം ഇപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നു. കോടതിയിൽ കേസ് നടക്കുന്നു. കുറ്റപത്രം സമർപ്പിച്ച വിഷയമാണ്. അതിൽ ഈ മാനനഷ്ട കേസ് ഇന്നലെ ഫയൽ ചെയ്ത് തൊട്ടു പിന്നാലെയാണ് ഈ അഴിമതിക്കാരെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുകയും അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ അഴിമതിക്കെതിരെ പ്രതികരിക്കും എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പി ദിവ്യയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ശരി ഫെലിക്സ്.